ഘോരഘോരം പ്രസംഗിക്കുകയും നേരിട്ടെത്തി സമരം നടത്തുന്ന പോലെയൊക്കെ കാണിക്കുകയും ചെയ്ത രഞ്ജിനി ഹരിദാസ് എന്തുകൊണ്ടാണ് PSC എക്സാമിന് വേണ്ടി പ്രതികരിക്കാത്തത് എന്ന് പലരും ചോദിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ആദ്യമായി രഞ്ജിനി ഹരിദാസ് പ്രതികരിച്ചിരിക്കുകയാണ്. പക്ഷേ പ്രതികരിച്ചത് ഈ PSC എഴുതുന്ന ഈ വിദ്യാർത്ഥികൾക്കെതിരെ തന്നെയാണ്. അതായത് പറയുന്നത്, ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് PSC എഴുതുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് രഞ്ജിനി ഹരിദാസ് വന്നിരിക്കുന്നത്. ഒന്നാം റാങ്കിലുള്ള വ്യക്തികൾക്ക് പോലും ഇവിടെ ജോലി കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് PSC എഴുതുന്നത്? എന്തോ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് എന്തോ പ്രശ്നമുള്ളതുപോലെയാണ് രഞ്ജിനിയുടെ സംസാരം. മാത്രമല്ല, ഇതാ വരുന്ന ഡിസംബറിൽ വീണ്ടും PSCക്ക് വേണ്ടിയുള്ള കോൾ ഔട്ട് നൽകിയിരിക്കുകയാണ്. ആ പരീക്ഷ കൂടി എഴുതിയാൽ വീണ്ടും ജോലി കിട്ടാത്ത വ്യക്തികളുടെ ഇടയിൽ ഈ ജയിക്കുന്ന വ്യക്തികൾ കൂടി കൂടും. അത്രയേ ഉള്ളൂ. മാത്രമല്ല, ഡൽഹിയിൽ നടന്ന പ്രതിഷേധം പോലെ അല്ല PSCക്ക് വേണ്ടിയുള്ള ഈ ഒരു സമരം എന്നാണ് രഞ്ജിനി പറയുന്നത്. രണ്ടും രണ്ടാണെന്നും പറയുന്നുണ്ട്. ഇവിടെ ആദ്യത്തെ 10 റാങ്കിൽ ഉള്ളവർക്ക് പോലും ഇവിടെ ജോലിയില്ലാതെ ഇപ്പോഴും തെണ്ടിത്തിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലാണ് രഞ്ജിനിയുടെ ഈ ഒരു പ്രതികരണം. എന്തിനു വേണ്ടിയാണ് ഈ PSCക്ക് ഇത്രയും കഷ്ടപ്പെട്ട് എഴുതുന്നതെന്നും ജോലിയില്ലെങ്കിൽ എഴുതാതിരുന്നാൽ പോരെ എന്നുള്ള ചോദ്യം മാത്രമാണ്. അല്ലാതെ ഇതിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ ഇതിനെതിരെ സമരത്തിന് നിൽക്കാനോ ഒന്നും രഞ്ജിനിക്ക് താല്പര്യമില്ല. താരത്തിന്റെ ഈ ഒരു വീഡിയോ പുറത്തു വന്നതോടുകൂടി ഒരുപാട് പേരാണ് വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. ആർക്കൊക്കെ വേണ്ടി, കുറച്ചൊക്കെ ഫേമസ് ആവാൻ വേണ്ടി മാത്രമാണ് ഇവരൊക്കെ പോയി ഓരോരിടത്ത് പ്രതിഷേധിക്കുന്നതെന്നും കേരളത്തിൽ ഇത്രയും വലിയ പ്രശ്നം PSCക്കെതിരെ നടക്കുമ്പോഴും അതിനെക്കുറിച്ച് പരിഹസിക്കുന്ന രീതിയിലാണ് രഞ്ജിനി സംസാരിക്കുന്നത് എന്നാണ് പലരും കമന്റ് ചെയ്യുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.